സംസ്ഥാനത്ത് ടിടിമാർക്ക് നേരെ വീണ്ടും ആക്രമണം. ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിൽ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത യുവാവാണ് ടിടിമാരെ ആക്രമിച്ചത്. ആക്രമണം നടത്തിയ കൊല്ലം സ്വദേശി അശ്വിനെയും ഒപ്പമുണ്ടായിരുന്ന ആഷിഖിനെയും റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിടികൂടുമ്പോൾ ഇവരുടെ കൈവശം ലഹരിമരുന്നുണ്ടായിരുന്നുവെന്ന് ആക്രമണത്തിനിരയായ ടിടിമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇന്ന് പുലർച്ചെ 5:30 ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് ഒറ്റപ്പാലം പിന്നിട്ടപ്പോഴാണ് ആക്രമണമുണ്ടായത്. സ്ലീപ്പർ കോച്ചിൽ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത കൊല്ലം സ്വദേശി അശ്വിനാണ് ടിടിഇ മനോജ് വർമ്മയെ തള്ളിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. He pushed me, I fell down and he ran away backside. I informed my next TT who was manning AC coach. He tried to stop. He stepped down from the train and he tried to stop down. And a small quantity of ganja was also recovered in a small paper. In paper of we informed the matter and handed over him to RPF at Ernakulam town. വടക്കാഞ്ചേരി സ്റ്റേഷനിലിറങ്ങി ഓടിയ ഇയാളെ AC കോച്ചിലെ ടിടിഇ ഷമ്മി തടയാൻ ശ്രമിച്ചു. ഷമ്മിയെയും തള്ളിമാറ്റി രക്ഷപ്പെട്ട യുവാവ് ഇതേ ട്രെയിനിന്റെ പിന്നിലെ കമ്പാർട്ട്മെന്റിൽ കയറി. പിന്നെ ഞങ്ങൾ RPF റിപ്പോർട്ട് ചെയ്ത തൃശൂർ RPF വന്നിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ കയറി ജനറൽ കോച്ച് എല്ലാം നോക്കിയിട്ട് ആളിനെ കിട്ടിയില്ല. തള്ളിയിട്ട് ഓടിയതിന്റെ ഒരു ഫ്രണ്ട് കൂട്ടുകാരൻ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ ആഷിഖിനെ വിളിച്ച് ചോദിച്ചപ്പോൾ മറ്റവൻ ട്രെയിനകത്തേനുണ്ട്, ഏതോ ഒരു AC കോച്ചിന്റെ ടോയ്ലറ്റിനകത്ത് വിളിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ അവനെ കൊണ്ട് തന്നെ വിളിച്ച് വരുത്തിച്ചു. പിന്നെ ബാഗ് ഒന്ന് പരിശോധിച്ചപ്പോൾ ഒരു ചെറിയ പതി കഞ്ചാവ് ഉണ്ടായിരുന്നു അതിനകത്ത്, ആഷിഖിന്റെ ബാഗിൽ. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അശ്വിനൊപ്പമുണ്ടായിരുന്ന ആഷിഖിന്റെ പക്കൽ നിന്നും ലഹരി മരുന്ന് കണ്ടെത്തിയത്. ട്രെയിൻ എറണാകുളം നോർത്തിലെത്തിയപ്പോൾ റെയിൽവേ പോലീസ് യുവാക്കളെ കസ്റ്റഡിയിലെടുത്തു. റിപ്പോർട്ടർ, കൊച്ചി.